ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊക്കെ ഞാൻ വീഡിയോയിലൂടെ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ വന്നിട്ടുണ്ട്, അങ്ങനെ റെഡി ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് പോകുന്നത്, കൂടെ ആരുമില്ല ഗൈസ്. അമ്മ കുറേ ദിവസമൊക്കെ ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്മ കോളേജിൽ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തൊട്ട് ഞാൻ കോളേജിൽ പോയി തുടങ്ങുകയാണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് വരികയാണ്. നമുക്കിങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കിടന്ന് ഓടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ എങ്ങനെ ഉണ്ടെന്ന് പോലും മെസ്സേജ് അയച്ച് പോലും ചോദിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞത് വീട്ടിലോട്ട് തിരിച്ച് വരുവാണ്. എനിക്ക് പിന്നെ വീട്ടിൽ വന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗൈസ്. എപ്പോഴും ഇങ്ങനെ മാറി ഇരിപ്പും കിടപ്പും അതൊക്കെ തന്നെയാണ്. പിന്നെ കോളേജിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും സമയവും കിട്ടാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയ പിന്നെ ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമാണ് വെള്ളോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. ഞാനപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രീമി ലേസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി കാണണം. അപ്പോൾ അതിൻ്റെ ലേസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ചിക്കും ഋഷിക്കുട്ടനും നാത്തൂനും ശൈലേക്ക് മാമി എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കുറേ നേരം കാര്യം പറഞ്ഞു. പിന്നെ കാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ അർജുന ഹാജരായിട്ടുണ്ട്. അവൻ ഈ കൈയും പൊത്തിയിരിക്കുന്നത് അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഗുരുവായൂരിലെ പാൽപ്പായസം കുടിച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.